പൃഥു മഹാരാജാവ് തൻ്റെ സദസ്യരോട് തുടർന്ന് പറയുകയാണ്: നിരന്തരമായ ഭഗവത് പാദ പൂജ മൂലം മനസ്സിൻ്റെ സകല ദോഷങ്ങളും നീങ്ങി നിർമ്മലമായി തീരുന്നു. പരിശുദ്ധമായ ആ അന്ധകരണത്തിൽ വിഷയവാസനകൾ ഉദ്ഭവിക്കുകയില്ല. അതോടെ വിഷയവിരക്തിയും പരമാർത്ഥജ്ഞാനവും സിദ്ധിക്കും. ഭഗവത് സ്വരൂപത്തെ സംബന്ധിച്ച അനുഭവം സാധകൻ ഉണ്ടാവുകയും അവിടുത്തെ കാരുണ്യത്താൽ അസാധാരണമായ വീര്യം അവന് സിദ്ധിക്കുകയും ചെയ്യും. അവന് പിന്നീട് ജനന മരണങ്ങൾ ഉണ്ടാകുന്നതല്ല. അവൻ സംസാരമുക്തനായി ഭവിക്കുന്നു. വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഭഗവത് പാദ പൂജ മാത്രം ചെയ്താൽ മതി. നമ്മുടെ ഇഷ്ടദേവതയുടെ ആരാധന മാത്രം ചെയ്താൽ മതി. അത് ഏത് തരത്തിലുള്ള ആരാധനയായാലും വിരോധമൊന്നുമില്ല. ബാഹ്യ ആരാധനയായാലും നല്ലത്, മാനസികമായിട്ടുള്ള ആരാധനയായാലും നല്ലത്. അത് ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇന്നത് വേറൊന്നിനേക്കാൾ ശ്രേഷ്ഠം എന്ന് പറയാനില്ല. അങ്ങനെ പറയുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ഇതാണ് ശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തനിക്കത് ശ്രേഷ്ഠമാണോ അല്ലയോ എന്ന് ചിന്തിക്കാതെ ശ്രേഷ്ഠമാണ് എന്ന് ആൾക്കാർ പറയുന്നതിൻ്റെ പുറകെ പോവുകയാണ് പൊതുവെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പം അതിൽ പുരോഗതി ഉണ്ടാവുകയില്ല. പുരോഗതി ഉണ്ടാകുന്നത് അവരവരുടെ രുചിക്കനുസരിച്ചിട്ടുള്ള സാധനകൾ അനുഷ്ഠിക്കുമ്പോഴാണ്. ഗുരുവിൻ്റെ ഉത്തരവാദിത്വം അതാണ്. താൻ പ്രാക്ടീസ് ചെയ്യുന്ന, താൻ സാധന ചെയ്യുന്ന സമ്പ്രദായത്തിലേക്ക് എല്ലാവരെയും പ്രവേശിപ്പിക്കുക എന്നുള്ളതല്ല ഗുരുവിൻ്റെ ഉത്തരവാദിത്വം. ഗുരുവിൻ്റെ ഉത്തരവാദിത്വം തൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ശിഷ്യരുടെ അഭിരുചിയെ മനസ്സിലാക്കിയിട്ട് തദനുസരണമായ സാധന അവർക്ക് നിർദ്ദേശിച്ചു കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അത് എളുപ്പമല്ല. അങ്ങനെയുള്ള ഗുരുക്കന്മാർ ഇന്ന് വളരെ 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 വിരളമാണ്. ഇവിടെയുള്ള ഗുരുക്കന്മാരെല്ലാം പൊതുവെ അവർക്കറിയാവുന്ന പണി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം അവരവരുടെ രുചി അവരവർ തന്നെ കണ്ടെത്തണം. കുറച്ച് മെനക്കെടണം എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ പോലും എനിക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെയാ മുന്നോട്ട് പോവുക? ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എൻ്റെ ആധ്യാത്മിക പുരോഗതി ഉണ്ടാവുക? എനിക്ക് ആധ്യാത്മിക പുരോഗതി ഉണ്ടാവുക? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടദേവതയുടെ പാദപത്മങ്ങളിൽ, അത് ഭാഗ്യമായ ആരാധനയാവാം, ആന്തരികമായ ആരാധനയാവാം. ആരാധന പല തരത്തിലും പല തലത്തിലുമുണ്ട്. അതിൽ ഏത് തരത്തിലുള്ളതായാലും ഏത് തലത്തിലുള്ളതായാലും ഭഗവത് പാദ പൂജ മൂലം മനസ്സിൻ്റെ സകല ദോഷങ്ങളും നീങ്ങും. നിരന്തരമായ ഭഗവത് പാദ പൂജ മൂലം. നിരന്തരം എന്നുള്ള വാക്കിന് എപ്പോഴും എന്നാണ് അർത്ഥം. എന്നും എന്നും എടുക്കാം. എന്നും ഭഗവത് പാദ പൂജ ചെയ്യുക. അത് ഏത് രീതിയിലുള്ള പൂജയായാലും. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ ഒരു കളിയാണ്. ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് പോയി കൊണ്ടുതരുന്ന അറിവുകളാണ് നമ്മളുടെ പ്രശ്നങ്ങളും പ്രശ്നപരിഹാരങ്ങളും. അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം. ഇപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളെ മുഴുവനും കൂടി ഉൾപ്പെടുത്തി പൂജ ചെയ്യുകയാണ് നമ്മൾ. അങ്ങനെ പൂജ ചെയ്യുമ്പം എന്ത് സംഭവിക്കും? അങ്ങനെ പൂജ ചെയ്യുമ്പോൾ മനസ്സ് ക്രമേണ ഏകാഗ്രമായി തീരും. പെട്ടെന്നൊന്നും മനസ്സ് ഏകാഗ്രമാവുകയില്ല. നമ്മുടെ മനസ്സ് പൊടുന്നനെ ഉണ്ടായതല്ല. അതിന് ഒരുപാട് കാലത്തെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ മനസ്സ് ക്രമേണ മാത്രമേ ഏകാഗ്രമാവുകയുള്ളൂ. ബലം പിടിക്കേണ്ട ആവശ്യമില്ല. ബലം പിടിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ ഈ ഭഗവത് പാദ പൂജ മൂലം ഇഷ്ടദേവതയെ ആണ് ആരാധിക്കുന്നതെങ്കിൽ, ഇഷ്ടം എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് നമുക്ക് ഇഷ്ടമുള്ളത്. എൻ്റെ കണ്ണിന് കാണാൻ ഇഷ്ടമുള്ളതും കാതിന് കേൾക്കാൻ ഇമ്പമുള്ളതും
നാവിന് രുചിക്കാൻ സ്വാദുള്ളതും മൂക്കിന് മണക്കാൻ താല്പര്യമുള്ളതും ത്വക്കിന് സ്പർശിക്കുവാൻ സുഖമുള്ളതുമാണ് എനിക്കിഷ്ടമുള്ളത്. അപ്പൊ എൻ്റെ ഇഷ്ടദേവതകൾ എൻ്റെ ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ ചേരുവയായിരിക്കണം. അങ്ങനെയുള്ള ഇഷ്ടദേവതയെ ആരാധിക്കുമ്പോൾ സ്വാഭാവികമായും എൻ്റെ ഇന്ദ്രിയങ്ങൾ ഏകമായ അഗ്രത്തിലേക്ക് ആകും, വൺ പോയിന്റഡ് ആകും. അങ്ങനെ വൺ പോയിന്റഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ചിന്തകളുടെ അളവ് കുറയും. പൂജ എന്ന് പറയുന്നത് വേറൊരു തരത്തിൽ ധ്യാനം തന്നെയാണ്. ഈ മാസം ഇറങ്ങിയ ശാംഭവി എന്ന മാസിക ശ്രീപുരം താന്ത്രിക ഗവേഷണ കേന്ദ്രം ഇറക്കുന്ന ഒരു ത്രൈമാസികയാണത്. 3 മാസം കൂടുമ്പോൾ ഇറങ്ങുന്ന ഒരു മാസിക. ആ മാസികയിൽ, ഇപ്രാവശ്യത്തെ മാസികയിൽ, അഷ്ടാംഗ യോഗവും പൂജയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ട് ഒരു ലേഖനമുണ്ട്. വിഷ്ണുവാണ് ആ ലേഖനം എഴുതിയത്. ആ ലേഖനം ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. അഷ്ടാംഗ യോഗം എങ്ങനെയാണ് പൂജയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളത് ആ ലേഖനം വായിച്ചാൽ മനസ്സിലാകും. പൂജയെക്കുറിച്ചൊരു അറിവുണ്ടാകണം, അഷ്ടാംഗ യോഗത്തെക്കുറിച്ചും കുറച്ച് അറിവുണ്ടാകണം ആ ലേഖനം ശരിക്കും മനസ്സിലാകണമെങ്കിൽ. അത് നമ്മുടെ സൈറ്റിൽ, ശ്രീപുരത്തിൻ്റെ സൈറ്റിൽ സൗജന്യമായിട്ട് ലഭ്യവുമാണ്. അപ്പോ പൂജ എന്ന് പറയുന്നത് ഒരു ധ്യാന പ്രക്രിയയാണ്. ധ്യാനം തന്നെയാണ് പൂജ. ബുദ്ധിയുടെ സഞ്ചാരമാണ് പൂജ. അപ്പൊ നിരന്തരമായ ഭഗവത് പാദ പൂജ മൂലം മനസ്സിന്റെ സകല ദോഷങ്ങളും നീങ്ങി നിർമ്മലമായി തീരും, മാലിന്യമില്ലാത്തതായി തീരും. മാലിന്യം എന്ന് പറയുന്നത് ഇവിടെ എന്താ? ചിന്തകളാണ് മാലിന്യം, നല്ലതും ചീത്തയും. ചിന്തകൾക്ക് വാസ്തവത്തിൽ നന്മയും തിന്മയൊന്നുമില്ല. നന്മ തിന്മകൾ നമ്മൾ അട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ ചിന്തകൾക്ക്. അപ്പൊ ഈ ചിന്തകൾ കുറഞ്ഞു വരുമ്പോൾ ആ നൈർമല്യം തെളിഞ്ഞു വരും. പരിശുദ്ധമായ ആ അന്ധകരണത്തിൽ പൊടിയെല്ലാം തുടച്ചു മാറ്റപ്പെട്ട കണ്ണാടിയിൽ എങ്ങനെയാണോ യഥാതഥമായ പ്രതിബിംബം ഉണ്ടാകുന്നത്, അതേപോലെ പരിശുദ്ധമായ ആ അന്ധകരണത്തിൽ വിഷയവാസനകൾ ഉദ്ഭവിക്കുകയില്ല. ചിന്തകൾ കുറയാൻ തുടങ്ങുമ്പം വിഷയവാസനകളും കുറഞ്ഞു വരും. വിഷയവാസനകൾ നമ്മളുടെ മനസ്സിൽ നാമ്പിടുമ്പോഴേക്കും നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുകയും ആ തിരിച്ചറിവ് ആ വാസനകളെ ഇല്ലാതാക്കുകയും ചെയ്യും. വാസനകളെ ഇല്ലാതാക്കാൻ പ്രത്യേകിച്ചൊരു പ്രക്രിയ ഒന്നും ചെയ്യണ്ട. ചിന്തകൾ കുറഞ്ഞു വരുമ്പോൾ നിരന്തരമായിട്ടുള്ള ഭഗവത് പാദ പൂജ മൂലം ചിന്തകളുടെ ബാഹുല്യം കുറഞ്ഞു വരുമ്പോൾ തെളിഞ്ഞു വരുന്ന അന്ധകരണം, അന്ധകരണത്തിൽ വിഷയവാസനകൾ ഉദ്ഭവിക്കുകയില്ല. വിഷയവാസനകൾ ആ അന്ധകരണത്തിൽ ഉണ്ടാകാൻ തുടങ്ങുമ്പോഴേക്കും നാം തിരിച്ചറിയുകയും നമ്മുടെ ആ തിരിച്ചറിവ്, അവയർനെസ്, ആ വാസനകളെ ഇല്ലാതാക്കുകയും ചെയ്യും. ആ വാസനകളെ ഇല്ലാതാക്കാൻ വേറെ ഒന്നും ചെയ്യണ്ട. പരിശുദ്ധമായ അന്ധകരണത്തിൽ വിഷയവാസനകൾ ഉദ്ഭവിക്കുകയില്ല. അതോടെ വിഷയ വിരക്തിയും പരമാർത്ഥജ്ഞാനവും സിദ്ധിക്കും. വിഷയ വിരക്തി താനെ ഉണ്ടാകും. അല്പമായതിനോടുള്ള ആസക്തിയാണ് നമ്മുടെ ജീവിതത്തെ അവിടെയും ഇവിടെയും ഒക്കെ കൊണ്ടെത്തിക്കുന്നത്. വിഷയങ്ങളോട്, അല്പമായതിനോട് വിരക്തി ഉണ്ടാവുകയാണ്. ആസക്തി ഉണ്ടാവാതിരിക്കുകയാണ്. ആസക്തി ഇല്ലാതാവുകയാണ് ചെയ്യും. താനെ ഇല്ലാണ്ടാവണം, ഇല്ലാതാക്കരുത്. ഇല്ലാതാക്കിയാൽ അത് വേറെ രൂപത്തിൽ പുറത്തു വരും. ഇതൊക്കെ താനെ ഇല്ലാതാക്കണം. നിരന്തരമായിട്ടുള്ള ഭഗവത് പാദ പൂജ മൂലം അത് താനെ സംഭവിച്ചുകൊള്ളും. അപ്പൊ ഞങ്ങൾ ഇത്രയും കാലം പൂജ ചെയ്തിട്ടും യാതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. കൃത്യമായിട്ടായിരിക്കുകയല്ല പൂജ ചെയ്യുന്നത്, യാതൊരു സംശയവും ഇല്ല. ഇതൊരു സയന്റിഫിക് എക്സ്പെരിമെന്റ് പോലെയാണ്. പ്രൊസീജിയർ കൃത്യമാണ് എന്നുണ്ടെങ്കിൽ റിസൾട്ട് കൃത്യമായിരിക്കും. അപ്പൊ പ്രൊസീജിയർ കൃത്യമല്ലെങ്കിൽ, പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നടത്തുന്ന ഒബ്സർവേഷൻസ് കൃത്യമല്ല എന്നുണ്ടെങ്കിൽ റിസൾട്ട് കൃത്യമായിരിക്കുകയില്ല. ഇത് വളരെ കൃത്യമാണ്. ഇതിങ്ങനെ ചെയ്താൽ ഫലം ഉറപ്പാണ്. ആർക്കും, ഇന്നയാൾക്കൊന്നൊന്നുമില്ല. അപ്പോ എന്ത് സംഭവിക്കും? അതോടെ വിഷയവിരക്തിയും പരമാർത്ഥജ്ഞാനവും സിദ്ധിക്കും. അത് താനെ സംഭവിക്കുകയാണ്. ഋതംഭരാ പ്രജ്ഞ എന്ന് യോഗസൂത്രത്തിൽ പറയും.
താനെയാണ് ആ പ്രജ്ഞ ഉണ്ടാവുക. അത് നമ്മളിൽ ഓൾറെഡി ഉണ്ട്. കണ്ണാടിക്ക് പ്രതിഫലിപ്പിക്കുവാനുള്ള കഴിവ് സ്വാഭാവികമായിട്ടും ഉണ്ട്. ആ പ്രതിഫലിപ്പിക്കുവാനുള്ള കഴിവിനെ ഇല്ലാതാക്കുന്നത് പൊടിപടലമാണ്. ആ പൊടിപടലത്തെ മാറ്റിക്കളഞ്ഞാൽ, വൃത്തിയാക്കിയാൽ, കണ്ണാടി നിർമ്മലമായാൽ അതിൽ താനേ പ്രതിബിംബിക്കും. പ്രതിബിംബിപ്പിക്കാൻ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ട, അത് താനെ സംഭവിച്ചോളൂ. അപ്പൊ വിഷയവിരക്തി ഉണ്ടാവുകയും പരമാർത്ഥജ്ഞാനം സിദ്ധിക്കുകയും ചെയ്യും. അല്ലാതെ വിഷയവിരക്തി ഉണ്ടാകാൻ ബലം പ്രയോഗിക്കേണ്ട. ആധ്യാത്മികതയിൽ ബലം അസ്ഥാനത്താണ്. ബലം പിടിച്ച് ചെയ്ത് ബലം പിടിച്ചിട്ടാണ് നമ്മൾ ഈ ലൗകികമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആധ്യാത്മികതയിൽ ബലം പിടുത്തമില്ല. അത് സഹജമായ ഒരു പൂ വിടരുന്ന ആയാസരാഹിത്വത്തോടു കൂടി അത് സംഭവിക്കണം. പരമാർത്ഥജ്ഞാനവും സിദ്ധിക്കും. ഭഗവത് സ്വരൂപത്തെ സംബന്ധിച്ച അനുഭവം സാധകർക്കുണ്ടാവുകയും അവിടുത്തെ കാരുണ്യത്താൽ അസാധാരണമായ വീര്യം അവർക്ക് സിദ്ധിക്കുകയും ചെയ്യും. ഭഗവത് സ്വരൂപത്തെ സംബന്ധിച്ച അനുഭവം സാധകർക്കുണ്ടാവും. ഈ പരമാർത്ഥ ജ്ഞാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭഗവത് സ്വരൂപത്തെ കുറിച്ചിട്ടുള്ള അനുഭവമാണ് ഉണ്ടാവുക. ഭഗവത് സ്വരൂപം എന്താ? സച്ചിദാനന്ദ സ്വരൂപമാണ്. അതിനെക്കുറിച്ചിട്ടുള്ള അനുഭവം ഉണ്ടാകും. ഈ അനുഭവം ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. ഈ അനുഭവം എന്ന് പറയുന്നത് ജപിക്കാനിരിക്കുന്ന സമയത്തുണ്ടാകുന്ന തരിപ്പുകളും മറ്റൊന്നുമല്ല. ജപിക്കാനിരിക്കുമ്പോഴത്തേക്കും എന്തോ ഒരു ഊർജം ബാധിച്ചതുപോലെ തോന്നുക, ശരീരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള എന്താ പറയുക തരിപ്പുകളും ഇളക്കങ്ങളും ഒക്കെ അനുഭവപ്പെടുക, വിവിധ തരത്തിലുള്ള കാഴ്ചകൾ കാണുക. അതൊന്നുമല്ല ശരിക്കുള്ള ആധ്യാത്മികത. ശരിക്കുമുള്ള ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഈ മനസ്സ് നിർമ്മലമാകുമ്പോൾ അതിൽ തെളിഞ്ഞു വരുന്ന പരമാർത്ഥ സ്വരൂപാനുഭവമാണ്. അതുണ്ടായാൽ അതിൻ്റെ ലക്ഷണം എന്താ? അസാധാരണമായ വീര്യം അവർക്ക് സിദ്ധിക്കും. അവർക്കൊരു ഊർജ്വസ്വലത ഉണ്ടാകും. അതാണ് വീര്യം. സിംഹത്തിന്റെ വീര്യം എന്ന് പറഞ്ഞാൽ സിംഹത്തിന്റെ ഊർജ്ജസ്വലതയാണ്. ഈ അനുഭവം സാധകർക്കുണ്ടാകുമ്പോൾ, ഇപ്പൊ ഈ അനുഭവം സാധകർക്കുണ്ടാകും. ഭഗവത് ആരാധനയിൽ ഭഗവത് സ്വരൂപാനുഭവം ഉണ്ടാകും. ഭഗവത് സ്വരൂപത്തെ സംബന്ധിച്ച അനുഭവം എന്നാ പറഞ്ഞത്. അതുണ്ടാവും. അത് പലതരത്തിലാണ്. അത് ഉണ്ടായി നമുക്ക് ഇങ്ങനെ അറിയാം. നമുക്ക് ഊർജ്ജസ്വലത കൂടി. ഇതൊന്നും കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. മറ്റുള്ളവരെ തെറ്റായ രീതിയിൽ നയിക്കാൻ ഊർജ്ജസ്വലത അഭിനയിക്കാം. പക്ഷെ സത്യസന്ധമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ഊർജ്ജസ്വലത തനിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. ഉണ്ടെങ്കിൽ അവിടെ ക്രമേണ ഈശ്വരാനുഭവം. സൂര്യൻ ഉദിക്കണം എന്നില്ല, ഉദിക്കുന്നതിന് മുമ്പേ പ്രകാശം പകർന്നു തുടങ്ങും. രാവു മാറി പ്രകാശത്തിന്റെ ആരംഭം കാണുമ്പോഴേ നമുക്കറിയാം സൂര്യോദയത്തിന് സമയമായിരിക്കുന്നു. അതേപോലെയാണ് ഭഗവത് സ്വരൂപത്തെ സംബന്ധിച്ച അനുഭവം സാധകർക്കുണ്ടാവുകയും അവിടുത്തെ കാരുണ്യത്താൽ ഭഗവാന്റെ കാരുണ്യത്താലാണ് ഈ അസാധാരണമായ വീര്യം അവർക്ക് സിദ്ധിക്കുകയും ചെയ്യുക. ഇതൊന്നും നമ്മുടെ പ്രയത്നം കൊണ്ടല്ല, ഇത് ഭഗവത് കാരുണ്യം കൊണ്ടാണ്. ഇട്ടാവട്ടത്തിലുള്ള ഞാൻ എന്ന ബോധസ്വരൂപന് എന്ത് ചെയ്യാൻ സാധിക്കും? മഹാനടൻ കെട്ടിയാടുന്ന വേഷമാണ് ഞാനെങ്കിൽ മഹാനടൻ തന്നെ വിചാരിച്ചാൽ മാത്രമേ അത് അഴിച്ചു വെക്കാൻ സാധിക്കുകയുള്ളൂ. കഥാപാത്രത്തിന് തൻ്റെ വേഷപ്പകർച്ച അഴിച്ചു വെക്കുവാൻ സാധിക്കുകയില്ല. നടന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഭഗവത് കാരുണ്യം എന്ന് പറയുന്നത്. തന്ത്രശാസ്ത്രത്തിൽ അതിനെ ശക്തിപാതം എന്ന് വിളിക്കും. ശക്തിപാതം കൊണ്ട് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അത് ഈശ്വരന്റെ കൃപയാണ്. അതുണ്ടാക്കാനും കൊടുക്കാനും വാങ്ങാനും ഒന്നും പറ്റില്ല. അത് സംഭവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് മുഴുവനും ഈശ്വര കൃപയുടെ ഭാഗമാണ്. ഞാനും നിങ്ങളുമൊക്കെ ഉരുത്തിരിഞ്ഞ് പുറത്തേക്ക് വന്നത് ഈശ്വര കൃപയുടെ ഭാഗമാണ്.
ഈശ്വരന് ഞാനും നിങ്ങളുമൊക്കെ ആകാൻ താല്പര്യമുണ്ടായത് കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ആയത്. ഞാനും നിങ്ങളും ഈശ്വര താല്പര്യത്തിന്റെ അനന്തരഫലമാണ്. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഈശ്വരന്റെ താല്പര്യാനുസൃതമുള്ളതാണ്, ഈശ്വരാനുഗ്രഹത്തോടു കൂടിയതാണ്. അത് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. നടന്റെ കഴിവാണ് കഥാപാത്രത്തിന്റെ മികവ്. കഥാപാത്രത്തിന്റെ ഓരോ അനുഭവത്തെയും തന്മയീഭാവത്തോടു കൂടി പ്രകടമാക്കുമ്പോൾ അവിടെ പ്രകടമാകുന്നത് മഹാനടന്റെ കഴിവാണ്. ഇപ്പൊ ഞാനും നിങ്ങളുമൊക്കെ ഈശ്വരന്റെ കഴിവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അപ്പോ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ അത് സാധ്യമുള്ളൂ. നമ്മൾ ആകെ പ്രയത്നിക്കുന്നത് എന്താ? നിരന്തരമായ ഭഗവത് പാദ പൂജ, അതാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയൊക്കെ താനെ സംഭവിക്കുകയാണ്. വിത്ത് കുഴിച്ചിട്ട് വേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, വേണ്ടതൊക്കെ ചെയ്തില്ലെങ്കിലും വിത്ത് കാലക്രമത്തിൽ മുളച്ചോളൂ. ഒരു വിത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ക്രമേണ മുളച്ചു പുറത്തു വരും. ചില വിത്തുകൾ മുളയ്ക്കാൻ ഒരുപാട് സമയമെടുക്കും, ചില വിത്തുകൾ എളുപ്പം മുളയ്ക്കും. എളുപ്പം മുളയ്ക്കുന്ന വിത്തുകൾ സമയമെടുത്ത് മുളയ്ക്കുന്ന വിത്തുകളേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറയാൻ പറ്റില്ല. എടുക്കുന്ന സമയമല്ല ശ്രേഷ്ഠതയുടെ നിദാനം. അതുകൊണ്ട് എളുപ്പം മുളയ്ക്കുന്ന വിത്തുകളെ പോലെ തന്നെയുള്ള ശ്രേഷ്ഠത സമയമെടുത്ത് മുളയ്ക്കുന്ന വിത്തുകൾക്കുമുണ്ട്. ഇതിലൊന്നും ഉച്ചനീചത്വമൊന്നുമില്ല. സകലതും ഈ ഉച്ചനീചത്വത്തിന്റെ കാഴ്ചപ്പാടോടുകൂടി, നല്ല ചീത്ത എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി, ഉയർന്നത് താഴ്ന്നത് എന്ന കാഴ്ചപ്പാടോടുകൂടി, ഉത്തമം അധമം എന്ന കാഴ്ചപ്പാടോടുകൂടി കണ്ട് പരിശീലിച്ച നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. ആ പരിശീലനങ്ങൾ പതുക്കെ 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 മറികടക്കാൻ നമുക്ക് സാധിക്കണം. മനസ്സിന്റെ ശീലങ്ങളിൽ നിന്ന് മറികടക്കാൻ നമുക്ക് സാധിക്കണം. അതൊക്കെ ഈ ഭഗവത് പാദ പൂജ കൊണ്ട്, അത് ധ്യാനമാണ്. ഭഗവത് പാദ പൂജ എന്ന് പറയുന്നത് ബ്രത്ത് മെഡിറ്റേഷൻ പോലെ, രൂപധ്യാനം പോലെ, നാമധ്യാനം പോലെ ഒരു ധ്യാനമാണ്. പൂജ ഒരു ധ്യാനമാണ്. ഇത് സ്വാഭാവികമായിട്ടും സംഭവിക്കും. അപ്പോൾ ഈശ്വര കാരുണ്യത്താൽ, അവിടുത്തെ കാരുണ്യത്താൽ അസാധാരണമായ വീര്യം അവർക്ക് സിദ്ധിക്കുകയും ചെയ്യും. ആ വീര്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നറിയാം. അവർക്ക് പിന്നീട് ജനന മരണങ്ങൾ ഉണ്ടാകുന്നതല്ല, ജനിച്ചു മരിക്കുകയില്ല. ഈ ജനിച്ചു മരിക്കുന്നത് സത്യത്തിൽ ചിന്തകളാണ്. ഞാനുണ്ട് എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് ചിന്തയാണ്. ഞാൻ ഇല്ലാതാവും എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് ചിന്തയാണ്. ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെയും ജനിക്കും, അതും മറ്റൊരു ചിന്തയാണ്. അപ്പൊ ചിന്തകളില്ലാണ്ടാവും. ചിന്തകളില്ലാണ്ടായാൽ മനസ്സിനും വാക്കിനും അതീതമായിട്ടുള്ള തലത്തെ അനുഭവിക്കാൻ സാധിക്കും. ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കും. ഏടുകളിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമൊന്നുമില്ല. ഇത് മാപ്പ് പോലെയാണ്. മാപ്പ് നോക്കിയിരുന്ന സ്ഥലത്തെത്തില്ല, മാപ്പ് നോക്കി യാത്ര ചെയ്താൽ സ്ഥലത്തെത്തും. ഇപ്പൊ പ്രവൃത്തി അനിവാര്യമാണ്. ജനന മരണങ്ങൾ ഉണ്ടാകുന്നതല്ല, അവർ സംസാരമുക്തരായി ഭവിക്കുന്നു. സംസാരം എന്ന് പറയുന്നത് ആവർത്തനമാണ്. ആവർത്തനം എന്തിനെ ജനിപ്പിക്കും? വിരസതയെ ജനിപ്പിക്കും. അപ്പൊ സംസാരമുക്തി വന്നു എന്ന് പറഞ്ഞാൽ ആവർത്തന രാഹിത്യം ഉണ്ടായി എന്നർത്ഥം. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് പുതിയതായിട്ടായിരിക്കും. ചെയ്ത കാര്യം തന്നെയാണ് നാം ചെയ്യുന്നത് എന്ന ഒരു ധാരണ നമ്മളിൽ നിലനിർത്തുന്നത് നമ്മുടെ ചിന്തകളാകുന്ന ഓർമ്മകളാണ്. ആ ചിന്തകളാകുന്ന ഓർമ്മകളുടെ പിടിയിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ഏത് കാര്യം എപ്പോൾ ചെയ്താലും പുതുതായിട്ട് ചെയ്യുന്ന ആ ജിജ്ഞാസയോടുകൂടി, ഊർജ്വസ്വലതയോടുകൂടി, താല്പര്യത്തോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും. അവർ സംസാരമുക്തരായി ഭവിക്കുന്നു.